വെൽക്കം ബാക്ക് ടു അമൽ വിജയ് എന്റർടൈൻമെന്റ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ആൾട്ടോയുടെ 2005 മോഡൽ വണ്ടിയാണ്. ഏതൊരു സാധാരണക്കാരനും അനായാസം യൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറാണ് ആൾട്ടോ. ആൾട്ടോയുടെ ഒരുപാട് വകഭേദങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആൾട്ടോയുടെ ഈ ഒരു മോഡൽ പ്രത്യേകിച്ച് എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ്. ഫ്രണ്ട് ഭാഗം കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ക്യൂട്ട് ലുക്കാണ് ഈ വണ്ടി കാണാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ പോലും അനായാസം തിരിച്ചെടുത്ത് എതിലേ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. മാരുതി ആയതുകൊണ്ട് തന്നെ ഈ ആൾട്ടോയ്ക്ക് വലിയ മെയിൻ്റെനൻസോ ചാർജസോ ഒന്നും തന്നെ വരുന്നില്ല. നമ്മൾ ഓയിലും മാറി പെട്രോളൊക്കെ അടിച്ച് ടയറൊക്കെ മാറി അങ്ങ് കൊണ്ടു നടന്നാൽ മാത്രം മതി. കറക്റ്റ് സമയത്തിന് പീരിയോഡിക്കൽ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി എത്ര കിലോമീറ്റർ വേണമെങ്കിലും പോകും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിലുണ്ട് ഒരു 1.5 ലക്ഷം കിലോമീറ്റർ ഓടി കഴിഞ്ഞ ഒരു ആൾട്ടോ. ഫ്രണ്ട് ടയർ പുതിയതാണ്, അതുകൂടാതെ ബാക്ക് ടയർ ആവറേജേ ഉള്ളൂ. എങ്ങനെ പോയാലും കുറച്ചധികം ഓടിക്കഴിഞ്ഞതിന് ശേഷം ഈ ബാക്കിലത്തെ ടയർ മാറിയാൽ മതി. കൂടാതെ വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു നല്ലൊരു ക്യൂട്ട് വണ്ടിയാണ് ആൾട്ടോ. നമ്മളെടുക്കുമ്പോൾ ഈ ഒരു വണ്ടി കുറച്ചധികം നാൾ ഏകദേശം ഒരു 6-7 മാസം പോർച്ചിൽ വെറുതെ കിടക്കുമായിരുന്നു. എന്നിട്ടും കൂടി ഒറ്റയടിക്കാണ് വണ്ടി സ്റ്റാർട്ടായി പോകുന്നത്. അതിനാണ് മാരുതിക്കാരൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ. ഈ വണ്ടി ഏകദേശം ഓടിയിരിക്കുന്നത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 80 കിലോമീറ്റർ കഴിഞ്ഞു. ഏകദേശം 88,536 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം നമുക്ക് കയറ്റേണ്ടിയിരിക്കുന്നു. ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റം ആയിരുന്നു ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത് റിമൂവ് ചെയ്തപ്പോൾ ഉള്ളൊരു വലിയൊരു ഹോള് നമുക്കിവിടെ കാണാവുന്നതാണ്. ഗിയറൊക്കെ ചുമ്മാ പഴം പോലെ ഇട്ടടിച്ചങ്ങ് പോകാം. നമുക്ക് വളരെ അനായാസമായിട്ട് ഗിയർ മാറാനും സാധിക്കും. കാരണം അത് ഗിയറെല്ലാം പീരിയോഡിക്കൽ സർവീസ് ചെയ്ത് വന്നിരുന്നൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ. നമുക്കിനി വണ്ടിയുടെ പുറകു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ചെളി കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് സർവീസ് സ്റ്റേഷനിൽ കൊടുത്തൊന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ്. കൂടാതെ ഒരു സ്പീക്കറും അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോണറ്റ് ഒന്ന് പൊക്കി നോക്കാവുന്നതാണ്. കാരണം എൻജിൻ സൈഡ് എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയണമല്ലോ. അനായാസം തന്നെ നമുക്ക് പൊക്കിയെടുക്കാം, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ. ഒരൊറ്റ ഓയിൽ പനക്കൽ പോലും ഇല്ലാത്തൊരു വണ്ടിയാണിത്. കൂടാതെ 2 എയർ ഹോണുകൾ കയറ്റിയിട്ടുണ്ട്. നല്ല ഒരു എൻജിൻ റൂമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വലിയ അലമ്പോ കാര്യങ്ങളൊന്നുമില്ല. പുതുപുത്തൻ ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത്. വിശ്വസിച്ച് എത്ര ലോങ് വേണേലും പോകാൻ സാധിക്കും. അത് ഞാൻ 100% ഗ്യാരണ്ടി തരാവുന്നതാണ്. അപ്പോൾ ആൾട്ടോയുടെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണും. വരേക്കും ദിസ് ഈസ് അമൽ വിജയ് സൈനിങ് ഔട്ട്.